ശ്രീ പ്രിന്റു, സത്യം എന്തായാലും വെളിച്ചത്ത് വന്നേ മതിയാകുകയുള്ളൂ. അത്ര വലിയ ഒരു കൊള്ളയാണ് സന്നിധാനത്തുൾപ്പെടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേഖകളിലടക്കം കൃത്രിമത്വം കാട്ടിയ ഈ ഉദ്യോഗസ്ഥർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തൊക്കെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുമെന്നുള്ള കാര്യം മൊഴികളിലടക്കം നമുക്ക് നിശ്ചയമില്ല. പ്രത്യേക അന്വേഷണ സംഘം ഇതൊക്കെ കണ്ടെത്തും, കൃത്യമായ അന്വേഷണം ശരിയായ ദിശയിലേക്ക് എത്തും, സത്യം വെളിച്ചത്ത് വരും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ദേശീയ അന്വേഷണ ഏജൻസിയിലേക്ക്, കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് തന്നെയാണോ എത്തേണ്ടത്? അല്ല, ഈ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആഭ്യന്തരമന്ത്രിക്ക് കീഴിലുള്ള ഈ പോലീസ് സംവിധാനം തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇപ്പം നേരെ സാങ്കേതികമായിട്ട് ഇവർ പറയുകയാണ് സുപ്രീം കോടതി ഹൈക്കോടതി നിശ്ചയിക്കപ്പെട്ടൊരു ടീമാണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് ഈ പിണറായി വിജയൻ കീഴിലുള്ള സംവിധാനമാണ്. അതുകൊണ്ട് ഇവിടെ ഇതിനകത്തുള്ള ഒരു തരത്തിലുള്ള സത്യം പുറത്തു വരുന്നത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. ഈ സത്യം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വരുമ്പോഴാണ് അദ്ദേഹം വാണിംഗ് കൊടുത്തത്. സത്യത്തിൽ പത്മകുമാർ കൊടുത്ത ഒരു വാണിംഗ് ഉണ്ടല്ലോ, ഈ അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകൾ, ഒന്ന് ദൈവതുല്യരായിട്ടുള്ള ആളുകൾ, രണ്ടാമത് മന്ത്രിയായ തന്ത്രിയെയും. ഇതിൽ നിന്ന് കൃത്യമായിട്ട് പരോക്ഷമായിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ വീണ്ടും പലരും ഇതിനകത്ത് അറസ്റ്റിലാകും, നിങ്ങളും പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി എന്നെ സംരക്ഷിക്കാൻ വന്നോളണം, ഈ കേസ് നിങ്ങൾ അട്ടിമറിച്ചുകൊള്ളണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മൊഴി പലപ്പോഴായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ പല മൊഴികളും ഉദ്യോഗസ്ഥന്മാരെ പലതരത്തിൽ ചോർത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല. ഇത് സ്വാഭാവികമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അയ്യപ്പ മണ്ഡലമാസത്തിൽ ഞങ്ങൾ ഇവിടുത്തെ ഈ നേരത്തെ ഇവർ പറയുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ടല്ലോ, അയ്യപ്പൻ്റെ പൊന്ന് മോഷ്ടിച്ചത് ആരായിരുന്നാലും ശരി ഞങ്ങൾ അവരെ വെറുതെ വിടില്ല എന്നുള്ളൊരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് സത്യസന്ധവും നീതിയുക്തവുമായിട്ട് ഒരു അന്വേഷണവും ഇതിനകത്ത് നടക്കില്ല. കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും അതിൻ്റെ ആളുകൾക്കും പങ്കുണ്ട്. പത്മകുമാർ എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല, അതൊരു വൻസ്രാവാണ്. ആ വൻസ്രാവിനെ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് പല ആളുകളിലേക്ക് എത്തി. നേരത്തെ പറഞ്ഞത് കടകംപള്ളി ആയിക്കോട്ടെ, വാസവനായിക്കോട്ടെ, മൂന്നോരം ദേവസ്വം മന്ത്രിമാർക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരും. അത് സർക്കാർ സംവിധാനത്തെ തന്നെ പിടിച്ചു കുലുക്കും. അതുകൊണ്ട് ഈ കേസ് എങ്ങും എത്താതെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അതിൻ്റെ അന്വേഷണ വഴികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ട് പത്മകുമാറും ബാക്കിയുള്ളവരും രക്ഷപ്പെടുന്ന ഒരു സംവിധാനം ഇവരൊരുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനകത്ത് കൃത്യവും ശാസ്ത്രീയവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം പോകുന്നു എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ ഭക്തരായിട്ടുള്ള ആളുകൾക്കുള്ള യാതൊരു ആശ്വാസം. അതുകൊണ്ട് ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം, കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവരണം, ഇതിനകത്തുള്ള രാജ്യാന്തര ബന്ധങ്ങളടക്കം കൊണ്ടുവരണം. ഈ ക്ഷേത്ര സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കുള്ള കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികളിലേക്ക് പോയാൽ മാത്രമാണ് ഈ മണ്ഡലമാസത്തിനകത്ത് അയ്യപ്പ ഭക്തർ അടക്കമുള്ള ആളുകൾക്ക് അവരുടെ അയ്യപ്പൻ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആചാര ലംഘനവും ഈ ക്ഷേത്രക്കൊള്ളയും ഈ ക്ഷേത്രത്തിലേക്ക് മുതൽ കട്ടുകൊണ്ട് വൻകിട കോടീശ്വരന്മാരാകുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതായി മാറണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഈ അന്വേഷണ ഏജൻസിയിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരി, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്താതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം പത്മകുമാർ നടത്തുന്നുണ്ടെങ്കിലും അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശരിയായ ദിശയിലെത്തട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. കാലങ്ങളായി നടത്തിയ ഈ വൻകൊള്ള പുറത്തു കൊണ്ടുവന്ന അയ്യപ്പൻ തന്നെ അതിനും